മുഴുവൻ കലാസ്നേഹികളെയും നാട്ടുകാരെയും തീരം ആറ്റുപുറം സൗഹൃദ കൂട്ടായ്മ ആദരവോടെ ക്ഷണിക്കുകയാണ്. പ്രശസ്ത ചാനൽ ഐഡിയ സ്റ്റാർ സിംഗിൽ ശുദ്ധസംഗീതത്തിൽ അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് ശബ്ദമാധുര്യം കൊണ്ട് ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളെ അവരുടെ മനസ്സിൻ്റെ ചില്ലകളിൽ ചേക്കേറിയ അനുഗ്രഹീത പാട്ടുകാരി ദുർഗ വിശ്വനാഥ് അവതരിപ്പിക്കുന്നു. എവരെയും മുഴുവൻ കലാസ്നേഹികളെയും നാട്ടുകാരെയും തീരം സൗഹൃദ കൂട്ടായ്മ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയ കലാസ്നേഹികളെ, ആസ്മാബി കോളേജ് ബീച്ചിൽ നടക്കുന്ന തീരം ആറ്റുപുറം സൗഹൃദ കൂട്ടായ്മയുടെ ന്യൂ ഇയർ പ്രോഗ്രാമായിട്ടുള്ള തീരോത്സവം 2024 പ്രശസ്ത പിന്നണി ഗായിക സ്റ്റാർ സിംഗർ ഫെയിം ദുർഗ വിശ്വനാഥ് ആൻഡ് ടീം ഒരുക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. എന്നും കലയും കലാകാരന്മാരെയും ഒരുപോലെ സ്നേഹിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന കൊടുങ്ങല്ലൂരിലെ എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും കലാസ്നേഹികൾക്കും ദുർഗാ വിശ്വനാഥിന്റെയും ടീമിന്റെയും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആസ്വാദനത്തിനായി കാതോർത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയുള്ള നിമിഷം സുഖമധുരമായ സംഗീതത്തിന്റെ കലയുടെ നല്ല നിമിഷങ്ങൾ ലഭിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണ്. പുതുവർഷത്തിന്റെ ആരംഭത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. 2024 സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ ഗംഭീരമായിട്ടുള്ള ഒരു വർഷമായി മാറട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള കൊടുങ്ങല്ലൂരിന്റെ അഭിമാനമായിട്ടുള്ള തീരം ആറ്റുപുറം സൗഹൃദ കൂട്ടായ്മയുടെ ന്യൂ ഇയർ പ്രോഗ്രാം ആയിട്ടുള്ള തീരോത്സവം 2024 ഭാഗമായിട്ട് ദുർഗാ വിശ്വനാഥിനും ടീമിനും വളരെ മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിക്കൽ നൈറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ, അതോടൊപ്പം തന്നെ ഏറെ മനോഹരമായിട്ടുള്ള ഒരു സായം സന്ധ്യയിൽ നല്ലൊരു പ്രോഗ്രാം കാണുവാനും ആസ്വദിക്കുവാനുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെയും കലാസ്നേഹികളെയും ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയുള്ള നിമിഷം നമ്മുടെ നാടിന്റെ ഉത്സവമായിട്ടുള്ള തീരോത്സവം വളരെ ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പോവുകയാണ്. തുടങ്ങിയാലോ? നമുക്ക് റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട്. റെഡിയാണോ? തുടങ്ങിയാലോ? നിങ്ങൾ എല്ലാവരും റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ തുടക്കം എന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും മനസ്സറിഞ്ഞൊരു നല്ലൊരു കൈഡി തന്നെ തരാം. ആദ്യം തന്നെ
താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ ഒരു കൈയടിയും ഈ ഒരു പ്രോത്സാഹനവും നമ്മുടെ ഷോയുടെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ വളരെ മനോഹരമായിട്ടുള്ള ഒരു മതമൈത്രി ഗാനത്തോടു കൂടി തന്നെ തുടങ്ങുന്നു. ആദ്യ ഗാനമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഓണക്കാലത്ത് അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്ത ഓണമേളം എന്ന ഷോയിലൂടെയും ജനം ടിവിയിലെ പിന്നിലാവ്, ഫ്ലവേഴ്സ് ചാനലിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കോമഡി ഉത്സവം തുടങ്ങിയ ഷോകളിലൂടെ ശ്രദ്ധേയനായ കലാകാരനാണ്. ഈ അടുത്ത കാലത്ത് മലയാളത്തിന്റെ യുവതാരങ്ങളായിട്ടുള്ള ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും ആദ്യമായിട്ട് സംവിധാനം ചെയ്ത വെടിക്കെട്ട് എന്ന സിനിമയില് സോഷ്യൽ മീഡിയയിൽ വളരെ ഹിറ്റായിട്ടുള്ള ഇന്ത്യവരം എന്ന ഗാനം ആലപിച്ചിട്ടുള്ള പിന്നണി ഗായകനാണ്. നിറഞ്ഞൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let's welcome ജ്യോതി. നമസ്കാരം. വീണ്ടും ഒരു നല്ലൊരു പുതുവത്സരം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ന്യൂ ഇയർ ദിനത്തിൽ ഇവിടെ തന്നെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു മതമൈത്രി ഗാനത്തിലൂടെ ആരംഭിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.
താങ്ക് യു ആദ്യത്തെ വളരെ മനോഹരമായിട്ടുള്ളൊരു മതമൈത്രി ഗാനത്തോടു കൂടി തന്നെ നമ്മുടെ മെഗാ മ്യൂസിക്കൽ നൈറ്റിന്റെ തിരശ്ശീല ഉയർന്നിരിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു വേദിയിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാത്തരം സംഗീത ആസ്വാദകർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഗാനങ്ങളൊക്കെ കോർത്തിണക്കിയിട്ടാണ് ഈ ഒരു ഷോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത മലയാളത്തിലെ നമ്മൾ ഈ ഒരു സമയത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹിറ്റ് ഗാനത്തിലേക്ക് കടക്കുകയാണ്. മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ വളരെ ഹിറ്റായിട്ടുള്ള കന്മതം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ മഞ്ഞക്കിളിയുടെ എന്നൊരു ഹിറ്റ് ഗാനത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഇവിടെ മോഹൻലാൽ ഫാൻസ് ഉണ്ടോ? ലാലേട്ടൻ ഫാൻസ് ഉണ്ടോ? ലാലേട്ടൻ ഫാൻസ് ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു കൈഡി തന്നെ. താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതിഷ് ബാബുവിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, മഞ്ഞക്കിളിയുടെ എന്ന സോങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അനൗൺസ് ചെയ്തിരുന്നു വെടിക്കെട്ട് എന്ന സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്ന്. ആ പാട്ട് നമുക്ക് ഇദ്ദേഹം പാടി നമുക്കൊന്ന് കേൾക്കണ്ടേ? ഇദ്ദേഹം പാടിയ പാട്ട് നമുക്കൊന്ന് കേൾക്കണ്ടേ? അതിനുശേഷം ആ ഗാനത്തിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു 4 വരി പാടിയിട്ട് നമ്മുടെ ആ ഗാനത്തിൽ പോകാം. എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു 4 വരി പാടിയിട്ട് വിവരം പോലഴകുള്ളോള് ഇന്ദ്രധനുസ് പിറന്നവള് മണമുള്ളോള് ചിന്തിനെ കരിക്കോള് വിവരം പോലഴകുള്ളോള് ഇന്ദ്രധനുസ് പിറന്നവള് മണമുള്ളോള് ചിന്തിനെ കരിക്കോള് കാണാം എന്തൊരു ചന്തമാണത് പാട്ടാണ് പാടിയത്. ഈ പാട്ട് കേട്ടതിനോട് മേടിക്കാം. വളരെ സന്തോഷം. ഓക്കെ, എന്തായാലും ഈ ഒരു വർഷം ജ്യോതിഷ് ബാബുവിനും ഒരുപാട് നല്ല അവസരങ്ങൾ കിട്ടിയിട്ട് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് അടുത്ത താങ്ക് യു.
താങ്ക് യു പ്രിയമുള്ളവരെ. ഈ ഒരു സോങ്ങിന് ഇദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ഗൈഡ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൊടുക്കണം. അത്രയും മനോഹരമായിട്ടാണ് ഈ ജ്യോതിഷ് ബാബു നമുക്ക് ഈ ഒരു ഗാനം സമ്മാനിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കാണാനായിട്ട് ഓരോ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുകയാണ്, ഇനിയുള്ള നിമിഷം നിങ്ങൾക്ക് ഓരോ ഗാനങ്ങൾ വരുമ്പോഴും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ പ്രോത്സാഹനം ഉണ്ടാവണം. നിങ്ങളുടെ പ്രോത്സാഹനം സപ്പോർട്ടാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാമിന്റെയും വിജയം എന്ന് പറയുന്നത്. ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ സംഗീത വിസ്മയം AR റഹ്മാന്റെ ഏറെ ഹിറ്റായ പടയപ്പ എന്ന സിനിമയിലെ മിൻസാര പൂവേ എന്ന ഒരു ഹിറ്റ് സെമി ക്ലാസിക്കൽ ഗാനത്തിലേക്ക് കടക്കുകയാണ്. ഈ ഗാനം ആലപിക്കാനായിട്ട് വേദിയിലേക്ക് എത്തുന്നത് ഇന്നത്തെ ഒരു ഷോയിൽ നമ്മൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു താരമാണ് വേദിയിലേക്ക് എത്താൻ പോകുന്നത്. കലാകേരളത്തിൽ ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച ഏഷ്യാനിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ കലാകാരിയാണ്. പിന്നീട് മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായി എത്തിയ പരിന്ത് എന്ന സിനിമയിൽ ആദ്യ ഗാനം ആലപിച്ചുകൊണ്ട് പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് 25ഓളം സിനിമകളിൽ ഗാനം ആലപിച്ചിട്ടുള്ള പിന്നണി ഗായികയാണ്. കേരളക്കര ഒന്നാകെ ഏറ്റെടുത്ത ഹിറ്റ് നാടൻ പാട്ടുകളായിട്ടുള്ള നിന്നെ കാണാൻ, പള്ളിവാട്, ഒന്നാന തുടങ്ങി ഒരുപാട് ഹിറ്റ് നാടൻ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പിന്നണി ഗായികയാണ്. നിറഞ്ഞൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം പ്ലേബാക്ക് സിംഗർ, സ്റ്റാർ സിംഗർ ഫെയിം ദുർഗ വിശ്വനാഥ്. ചേച്ചി സ്വാഗതം. സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും നമസ്കാരം. എന്നോട് സ്നേഹമുള്ള ചേച്ചിമാര് കുറച്ചുപേര് കൈയടിച്ചിട്ടുണ്ട്. നമസ്കാരം. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമ്മളെല്ലാവരും ചേർന്ന് അടിച്ചു പൊളിക്കാൻ പോവാണ്. റെഡി അല്ലേ? നമ്മളെല്ലാവരും കാത്തിരുന്ന ദുർഗാ വിശ്വനാഥ് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ചേച്ചി, നമ്മളുടെ ഇന്നത്തെ ഷോയിനെ പറ്റി എന്താണ് ഇവരോട് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 2024 എന്ന ഒരു വർഷം തുടങ്ങുന്നത് തന്നെ തീരം ആറ്റുപുറം സൗഹൃദ കൂട്ടായ്മയുടെ പുതുവത്സര ആഘോഷത്തിലൂടെയാണ്. ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ പ്രോഗ്രാം, ഫസ്റ്റ് പ്രോഗ്രാമാണ്. അപ്പൊ അതും ഇത്രയും എന്താ പറയാ, ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ചിരിച്ച മുഖങ്ങളോട് കൂടിയുള്ള ഒരുപാട് ചേച്ചിമാരും ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ആ സൈഡിലും ഈ സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും മനോഹരമായ ഒരു വേദിയിൽ 2024 ആദ്യത്തെ പ്രോഗ്രാം തുടങ്ങുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഒരു പ്രോഗ്രാം ഞങ്ങൾ വിളിച്ചതിന് ആദ്യം തന്നെ തീരം സൗഹൃദ കൂട്ടായ്മയോടും എല്ലാ സംഘാടകരോടും പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാവർക്കും നിറഞ്ഞ സ്നേഹവും പ്രോത്സാഹനവും തരുന്നതിന് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരോടും ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇവിടെ അഖിൽ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു സ്റ്റേജിൽ ഇപ്പൊ ഞങ്ങൾ എല്ലാ കലാകാരന്മാർക്കും ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായ സ്റ്റേജുകളാണ്. പുതിയ ഓഡിയൻസ് ആയിരിക്കും, പുതിയ സ്ഥലങ്ങളായിരിക്കും. പക്ഷെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞങ്ങൾക്ക് എല്ലാ കലാകാരന്മാർക്കും, അതിപ്പോ പാട്ടുകാരാണെങ്കിലും ഡാൻസ് ആണെങ്കിലും മ്യൂസീഷ്യൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു എനർജി, ഓരോ സ്റ്റേജിലും കിട്ടുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ഓഡിയൻസ് തരുന്ന ഒരു സപ്പോർട്ടാണ്. അപ്പൊ ഒരു വെട്ടിക്കെട്ട് കൈയടി. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും നാടൻ പാട്ടുകളും അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ഐറ്റംസ് ഒക്കെ കൂട്ടിച്ചേർത്ത ഒരു ഗാനസന്ധ്യയാണ്. അപ്പൊ ഇവിടെ പ്രോഗ്രാം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പാട്ടുകൾ ഈ ഒരു മ്യൂസിക്കലായിട്ട് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിലും വീഡിയോ കോൾസിലൊക്കെ ഒരുപാട് നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ട് ആദ്യ ഗാനത്തിലേക്ക് കടക്കുകയാണ്.
ഇനി അടുത്ത സോങ് നമ്മുടെ തമിഴകത്തിന്റെ ദളപതി വിജയ് ഫാൻസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. വിജയുടെ വാരിസ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയില് വിജയ് തന്നെ ആലപിച്ചിട്ടുള്ള ഒരു ഹിറ്റ് ഗാനമായിട്ടുള്ള രഞ്ജിതമേ എന്ന അടിപൊളി ഗാനത്തിലേക്ക് പോകുന്നു. ഈ ഗാനം ആലപിക്കാനായിട്ട് വേദിയിലേക്ക് എത്തുന്നത് ഫ്ലവേഴ്സ് ടിവിയില് ഇന്ത്യൻ മ്യൂസിക് ലീഗ് എന്ന ഷോയിലൂടെയും ജനം ടിവിയിലെ പിന്നിലാവുന്ന ഷോയിലൂടെയൊക്കെ ശ്രദ്ധേയനായ താരമാണ്. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം രാഹുൽ മോഹൻ. ഒപ്പം നമ്മുടെ പ്രിയ ഗായിക
ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ നിറഞ്ഞ സ്നേഹവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക്. ഇന്നത്തെ ഒരു ഷോ കുറച്ചുകൂടി നമ്മുടെ മ്യൂസിക്കൽ മെഗാനൈറ്റ് കുറച്ചുകൂടി ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് ഒരു താരത്തെ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മഴവിൽ മനോരമയിലെ ഇന്ത്യൻ വോയിസ് എന്ന ഷോയിലൂടെ ശ്രദ്ധേയായിട്ടുള്ള ഗായികയാണ്. ഇന്ന് ഒരുപാട് സെലിബ്രിറ്റി സിംഗേഴ്സിനോടൊപ്പം ഇതിൽ പെർഫോം ചെയ്യുന്ന വളരെ ടാലന്റഡ് ആയിട്ടുള്ള സിംഗറാണ്. നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ലിതി ഹരിലാൽ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അപ്പോ അടിച്ചു പൊളിക്കല്ലേ. എനിക്ക് ഒരുപാട് അടുപ്പമുള്ള ഒരു നാടാണ്. എൻ്റെ ചേച്ചിയുടെ വീടിനോട് അടുത്താണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു നാടാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചതിൽ. എന്നെ വിളിച്ച് ദുർഗേച്ചിക്ക് ഒരുപാട് നന്ദി. അപ്പോൾ അടിച്ചു പൊളിക്കല്ലേ.
പോയ വർഷം 2023 തിയേറ്ററിൽ ഇടിയുടെ ആവേശം സൃഷ്ടിച്ച തിയേറ്ററിൽ വലിയൊരു ഹിറ്റായ RDX എന്ന സിനിമയിലെ ഏറെ ഹിറ്റായിട്ടുള്ള ആ ഒരു ഗാനം നീല നിലവേ എന്ന ഹിറ്റ് മെലഡി ഗാനത്തിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു സോങ്ങിന് സ്പെഷ്യൽ ഫാൻ ബേസ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ സോങ് പറഞ്ഞപ്പോൾ തന്നെ ഈ സൈഡിൽ നിന്ന് കുറെ കയ്യടി വന്നു. ഇഷ്ടമാണോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത സോങ് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഈ ഗാനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ സീസൺ 6 ശ്രദ്ധേയനായിട്ടുള്ള താരമാണ്. ഇന്ന് ഒരുപാട് ഗാനമേള മെഗാഷോ വേദികളിൽ മനോഹരമായിട്ടുള്ള ആലാപനത്തിലൂടെ ആസ്വാദകരുടെ മനസ്സിൽ ഇടം നേടുന്ന കലാകാരനാണ്. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദിലീപ്. ഹലോ ഹലോ ഹലോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. സുഖമല്ലോ എല്ലാവർക്കും? അതൊക്കെ ആയിട്ട് തുടങ്ങി ഉഷാറാക്കല്ലേ? അപ്പോൾ എന്തെങ്കിലും റെസ്പോണ്ട് വരുമോ? കൈയിടിയോ പൂവല്ലോ എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഇന്നത്തെ ഒരു ഷോ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള ഷോയാണ്. നമ്മുടെ നാടിന്റെ വലിയൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഷോയാണ്. ഈ ഒരു സമയം നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം കുറച്ചുകൂടി നല്ലൊരു അടിപൊളി ഗാനം, കുറച്ചുകൂടി നല്ലൊരു ഫാസ്റ്റ് നമ്പർ സോങ് ആയിരിക്കും കേൾക്കാൻ ആഗ്രഹം അല്ലെ? അടിപൊളി ഗാനങ്ങൾ, ഫാസ്റ്റ് നമ്പർ സോങ്സ് കേൾക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ഒന്ന് കൈയടിച്ച്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാളത്തിൽ ഒരു ഹിറ്റ് അടിപൊളി ഗാനത്തിലേക്ക് കടക്കുകയാണ്. പാലാപ്പള്ളി എന്നൊരു ഹിറ്റ് സോങ്ങിലേക്ക് പോകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സിംഗേഴ്സിന്റെ വേദിയിലേക്ക് വെയിറ്റ് ചെയ്യാണ് അടുത്ത സോങ്ങിലേക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന നമ്മുടെ കുറെ ചേച്ചിമാരും കുഞ്ഞുമകളൊക്കെ പാട്ടിന്റെ ഒരു ബീറ്റിനനുസരിച്ച് കൈയടിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം ഇപ്പുറത്തെ സൈഡിലും ആ ഒരു ഉഷാറ് വേണ്ടേ? ഹലോ, അപ്പൊ നേരത്തെ ഏതാ പാട്ട് എന്ന് പറഞ്ഞ നമ്മള് പാലാപ്പള്ളിയാ? നിങ്ങളെ പറ്റിച്ച ഞങ്ങള് പാലാപ്പള്ളി അല്ല, ഒരു പഴയ പാട്ടാണ്. ഒരു പഴയ പാട്ടാ, പാടിപ്പോട്ടെ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ.
നല്ലൊരു കൈഡി പോലെ കുഞ്ഞുമക്കൾ ആരും പോലെ തിരിച്ചു പോയോ. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുക്കാം കേട്ടോ. കാരണം ഇതുപോലെ നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന ഈ ഒരു പ്രോത്സാഹനമാണ്. ഇതുപോലെ ഒരുപാട് സ്റ്റേജുകളിൽ ഇവർക്ക് ഒട്ടും പേടി കൂടാണ്ട് ഇതിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും അടുത്ത പാട്ട് കൂടെ ഡാൻസ് ചെയ്യാൻ റെഡിയാണോ? പാട്ട് പാടുമോ? പാട്ടും ഡാൻസ് ചെയ്യും. അപ്പൊ വിളിക്കാം. റെഡി? അടുത്ത സോങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ കുറച്ച് അധികം കൂട്ടുകാരോട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ സ്റ്റേജിന് കുറച്ച് കപ്പാസിറ്റി കുറവായതുകൊണ്ട് എല്ലാവർക്കും ഇനി വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളോട്, മിടുക്കന്മാരോടും മിടുക്കികളോട് പറയാണ്, നിങ്ങൾ ഫ്രണ്ടിൽ ഡാൻസ് ചെയ്യാം. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും നിൽക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ സ്റ്റേജിൽ ആദ്യം വന്ന ആളാണ്. ഒരു കൈയ്യടി കൊടുത്ത് എല്ലാവരും ചേർന്ന്. ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ഈ ഡാൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോനെ പേരെന്ന് പറയോ? ശ്രാവന്റെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ട്? അമ്മ, ചേച്ചി, എല്ലാവരും ഉണ്ട് അല്ലെ? ഒരു പേടിയില്ലാതെ ധൈര്യമായിട്ട് ഇവിടെ വന്ന ആ ഡാൻസ് നിങ്ങൾ കണ്ടായിരുന്നോ? അടിപൊളിയായിരുന്നു അല്ലെ? അപ്പൊ ശ്രാവണിന് ഒരു കൈയ്യടി കൂടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൊടുക്കാം. ശ്രാവണും നമ്മുടെ എല്ലാ കുട്ടിപ്പട്ടാളവും കൂടെ അടുത്ത പാട്ട് ഡാൻസ് ചെയ്യാം. റെഡി? ഇനി അടുത്ത പാട്ട് ഏതാണെന്നറിയോ? അടുത്ത പാട്ട് ഇവിടെ കുറെ പെൺകുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതില് റീൽസ് ചെയ്യുന്ന മെഡിക്കുകൾ എത്ര പേരുണ്ട്? ഒന്ന് കൈ പൊക്കാവോ? ഇൻസ്റ്റയില് റീൽസ് ഒക്കെ ചെയ്യുന്ന പെൺകുട്ടികള് കൈ പൊക്കാത്തവരൊക്കെ ഇവിടെ ഒരാള് കൈ ചൂണ്ടിക്കാണിച്ച് കുറെ അമ്മമാരൊക്കെ കണ്ണുരുട്ടുന്നുണ്ട്. ഓക്കെ, അവർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു സോങ് ആണ് വരാൻ പോകുന്നത്. ഇൻസ്റ്റാ റീൽസിലൊക്കെ വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ജയിലർ സിനിമയിലെ സോങ് ആണ്. ഏതാണെന്ന് പറയാമോ? അതല്ല, ഏതാ? യെസ്, കാവാലയ്യ. ആ ഒരു അടിപൊളി ഗാനത്തിലേക്ക് പോവാണ്. ഓട്ടെ, താങ്ക് യു.